ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ ഡാർവിനിസ്റ്റുകൾ, ഈ എത്തിസ്റ്റുകളൊക്കെ ഇവർ എവിടെ നിന്നാണ് രാഷ്ട്രീയം പഠിക്കുന്നത് ആലോചിച്ചു. അത് ഇവർ സയൻസിനെയാണ് ആധാരമാക്കുകയാണെങ്കിൽ ഈ സയൻസ് പലപ്പോഴും വംശീയമാണ്. നമ്മൾ ശാസ്ത്രം രാഷ്ട്രീയ മുക്തമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും സയൻസ് തന്നെ എന്താണ് പല സമയങ്ങളിൽ ഇപ്പോൾ ഡാർവിനിസം തന്നെ ഏതൊക്കെ രീതിയിൽ വലതുപക്ഷ ആശയങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നൊരാശയം എത്രമാത്രം മനുഷ്യവിരുദ്ധമാണെന്ന് രശ്മി ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ശേഷിയുള്ളവൻ അതിജീവിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത് തന്നെ ഒരു അർത്ഥത്തിൽ വലതുപക്ഷ വ്യാഖ്യാനത്തിന് വിധേയമാവുന്ന ഒരു കാര്യമായി മാറുകയാണ്. മനുഷ്യൻ്റെ തലയോട്ടികളെ കുറിച്ചുള്ള ഒരു പഠനശാഖ ഉണ്ടായിരുന്നു സയൻസിൽ. ഈ തലയോട്ടികളെ കുറിച്ച് പഠനം പിന്നീട് ശാസ്ത്രലോകം അതിനെ ഡീബങ്ക് ചെയ്തു. അത് തുടരേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഈ തലയോട്ടികളുടെ പഠനം എന്തിനു വേണ്ടിയാണെന്ന് അറിയാം. അത് ഈ നരവംശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പഠനമാണ്. അതായത് വെള്ളക്കാരുടെ തലയോട്ടി കുറേ കൂടി ബുദ്ധിയുള്ളവരുടെ തലയോട്ടിയാണെന്നും അവർ കുറേ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടന്ന പഠനമാണ്, അതും സയൻസിൻ്റെ പേരിൽ. അപ്പോൾ നമ്മൾ ഈ ആധുനിക ശാസ്ത്രം അതുപോലെ യുക്തിചിന്ത എന്നൊക്കെ പറയുന്നത് നിലനിൽക്കുന്ന അധികാരഘടനയിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, അതുപോലെ ഈ പറയുന്ന ശാസ്ത്രചിന്ത തന്നെ ഏത് ആശയധാരയ്ക്ക് അനുകൂലമാണോ ലോകഗതി എന്ന് നോക്കി അങ്ങോട്ട് ചായും. ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ എന്താ കാണുന്നത്? കേരളത്തിൽ ഇന്ന് നാസ്തികർ എന്ന് പറയുന്ന വിഭാഗം മുഴുവൻ പച്ചയ്ക്ക് സംഘപരിവാർ പ്രകടനത്തിന് കൂടി അണിയർന്നിരിക്കുകയാണ്. അതല്ലാതെ അതിനെതിരെ ഉയർന്ന ചില എതിർ ശബ്ദങ്ങളുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. വളരെ ചെറിയ അവരുടെ ശബ്ദം കേൾപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ കോളാമ്പി വെച്ച് മറ്റവർ ഈ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പലതിനെയും അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന പോലെ കേരളത്തിൽ പലതിനെയും സംഘപരിവാർ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന പോലെ യുക്തിവാദത്തെയും സംഘപരിവാർ കൈക്കലാക്കിയിരിക്കുന്നതാണ് മനസ്സിലാക്കുക.